ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഓട്ടോമേറ്റ് 07 ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഈ വീഡിയോ എടുത്തതിൽ ചെറിയൊരു ഡിഫക്റ്റുകളുണ്ട്, സൗണ്ട് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വോയിസ് ഓവറാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് സെയിൽ കൊണ്ടുവന്നിരിക്കുന്നത് 2013 മോഡൽ ഓൾട്ടോ ആണ്. 70,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണത്. അപ്പോൾ റെഡ് കളറാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് സൗണ്ട് കുറവുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഓഡിബിൾ ആകാൻ വേണ്ടി ഞാനൊന്ന് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും കൂടെ റെക്കോർഡ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വണ്ടി. 2013 70,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് വണ്ടിയുടെ ഓവറോൾ ബോഡി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മൾ കാലപ്പഴക്കത്തിൻ്റേതായിട്ടുള്ള, അതായത് എസ്പെഷ്യലി നമ്മൾ ബോണറ്റിലൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫെയ്ഡ്നെസ് ഉണ്ട്, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ വരുന്നത് കുറച്ച് സ്ക്രാച്ചസ് നമ്മളിതിൽ കാണുന്ന പോലെ ഡോറുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ടയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 99% ടയർ ഇതിൽ നിലവിലുണ്ട്. കാരണം ഇത് മാറ്റിയിട്ടൊരു 1000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല എന്നുള്ളതാണ്. അത് അപ്പോളോൻ്റെ ബില്ലടക്കമുള്ള, അതായത് വാറണ്ടി അടക്കമുള്ള ടയറാണ് ഇപ്പോൾ നിലവിൽ അതിൽ കിടക്കുന്നത്. പിന്നെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ബമ്പറിലൊക്കെ ചെറിയൊരു ടച്ചപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ മേജർ ആക്സിഡൻസോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ലെഫ്റ്റ് സൈഡ് ഈ കാണുന്ന പോലെ തന്നെ യാതൊരുവിധ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള സ്ക്രാച്ചസ് മാത്രമാണ് അതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഡോർ പാനൽസും കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേസ്റ്റിംഗ് പോലും ഒന്നും കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഉള്ള ഡോർസാണ്. 4 ഡോറും അത് തന്നെയാണ്. നമുക്ക് 4 ഡോറും നമ്മൾ കാണിച്ചു തരുന്നതാണ്. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റീരിയോ കാര്യങ്ങളുണ്ട്, AC കാര്യങ്ങളെല്ലാം തന്നെ വർക്കിംഗ് ആണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ അത്യാവശ്യം നീറ്റായിട്ടുള്ള, അത്യാവശ്യമൊന്നുമല്ല നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളും തന്നെയാണ്. കമ്പനി വരുന്ന തന്നെ സീറ്റ് കവറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ബാക്ക് ഡോറിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. ഫ്രണ്ട് 2 ഡോറാണ് പവർ വിൻഡോ വരുന്നത്. പിന്നെ ഈ കാണുന്ന ബമ്പറിൽ കുറച്ച് സ്ക്രാച്ചസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൻ്റെ ഒരു ടച്ചപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്നോ ബോഡിയിലോ വേറെ ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് ബാക്ക് ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിലും ഈ പറഞ്ഞ പോലെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലും സംഭവിച്ചിട്ടില്ല. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സീറ്റ് കവറൊക്കെ അധികം യൂസ് ചെയ്യാതെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഡോറിലാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസ് അവിടെയുണ്ട് എന്നുള്ളതാണ്. അതൊന്നും വിസിബിൾ അല്ല. നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് വിസിബിളായിട്ട് തോന്നുന്നല്ലാതെ പെട്ടെന്നൊന്നും കാണുന്ന കാര്യങ്ങളൊന്നും അല്ല അതിൽ ഉള്ളത്. പിന്നെ ഫ്രണ്ട് ഡോറിലേക്ക്, ഡ്രൈവർ സൈഡ് ഡോറിലേക്ക് വരുമ്പോഴാണെങ്കിലും അതിലും വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ബൂട്ടിലേക്ക് പോവാം. അപ്പോൾ ഡിക്കി തുറന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല, ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മളെ മിററിൻ്റെ, അതായത് വിൻഡോസും അതുപോലെ തന്നെ വിൻഷീൽഡ്, ബാക്ക് സൈഡ് മിററും കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. അത് വീഡിയോ എടുത്തപ്പോൾ മിസ്സായി പോയതാണ്. കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ നമുക്കൊരു സ്റ്റെപ്പിനി ഉണ്ട്. സ്റ്റെപ്പിനിക്ക് നമുക്ക് അത്ര ഒരു ആവറേജ് സ്റ്റെപ്പിനി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പുതിയതൊന്നും അല്ല ഉള്ളത്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഒരു ഗ്രിപ്പും കാര്യങ്ങളും കട്ടയൊക്കെയുള്ള ഒരു സ്റ്റെപ്പിനാണുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് എന്തായാലും വണ്ടിയുടെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കാം. എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ ഒക്കെ പെർഫെക്റ്റ് തന്നെയാണ്. യാതൊരുവിധ കുഴപ്പങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് എൻജിനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബോണറ്റ് തുറന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ പേസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ എൻജിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിപ്പോൾ റീസെൻ്റ്ലി സർവീസ്ഡാണ്. 71,000 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയിരിക്കുന്നത്. 70,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്തതാണ്. ഓയിൽ, അതുപോലെ തന്നെ എൻജിൻ ഫിൽട്ടർ, ക്യാബിൻ ഫിൽട്ടർ അടക്കമുള്ള എല്ലാ ഫിൽറ്റേഴ്സ് കാര്യങ്ങളും മാറ്റിയതാണ്. ഇപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള
ചിലവുകളോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി സർവീസ് ചെയ്യാനൊന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ AC-യുടെയും അതുപോലെ തന്നെ എൻജിൻ ബെൽറ്റുകളും 2 നമ്മൾ ഓൾറെഡി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നല്ല ക്ലീനായിട്ട് തന്നെയാണ് ഇതിൻ്റെ എൻജിൻ ബേയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി വളരെ സ്മൂത്തായിട്ട് തന്നെ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കണം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് എൻജിനുള്ളത്. ഞാനിപ്പോൾ ഒരു 3 ആഴ്ചയായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയായിട്ട്. അപ്പോൾ നിലവിൽ ഇനി കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എൻജിൻ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു AC-യിൽ ഒരു 17-18 കിലോമീറ്ററോളം മൈലേജ് ഇതിന് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ AC നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇന്നത്തെ ഒരു കാലാവസ്ഥയ്ക്ക് AC എന്തായാലും ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മൈലേജ് പറയുന്നത്. AC ഇല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 19-20 തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എനിവേ 950 രൂപയ്ക്കാണ് കോഴിക്കോട് മുതൽ എറണാകുളം വരെ ഞാൻ ഈ വണ്ടി, അതായത് ഏകദേശം 160 കിലോമീറ്ററോളം ഞാൻ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് തന്നെ നമുക്കിതിന് ലഭിക്കുന്നുണ്ട്. എന്തായാലും നമ്മളിതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,78,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ചെയ്യുക. നമ്മളിതിൽ കാണിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കണ്ട് നിങ്ങളുടെ ഇൻസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക. ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ ഓടിച്ചൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു ഡിഫക്റ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സോൾവ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നെഗോസിയേഷനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. വണ്ടി കാണാതെ ദയവായി ആരും തന്നെ നെഗോഷിയേറ്റ് ചെയ്യരുത്. കാരണം യാതൊരുവിധ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ ഡീലേഴ്സിനോട് ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റ് വണ്ടി പേരിലേക്ക് മാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീലേഴ്സിനോടും നമ്മൾ തൽക്കാലം ക്ഷമയോദിക്കുകയാണ്. ദയവായി നിങ്ങൾ എക്സ്ക്യൂസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ വണ്ടിയിൽ ചെറിയ നെഗറ്റീവ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വണ്ടി പാർക്ക് ചെയ്തിട്ട സമയത്ത് ആരോ വന്ന്, നമ്മളെ മലയാളികളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എൻ്റെ വണ്ടിയിൽ വന്ന് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൊരു 2 വര വരച്ചിട്ടിട്ടുണ്ട്. അതുമാത്രം വിസിബിളൊന്നുമല്ല, പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് പിന്നീട് നമ്മൾ പെയിൻറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് ഇതിൽ ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈവിന് പോവാം. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. AC കാര്യങ്ങൾ ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ കൂളിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് പോവാം. നല്ല പുറത്ത് വെയിൽ കുറവാണെങ്കിലും നല്ല ചൂടുണ്ട്. അപ്പോൾ AC ഒക്കെ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഒരു ചൂടെടുക്കുന്ന രീതിയിലൊന്നുമില്ല. ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ വണ്ടി നല്ല രീതിയിൽ തന്നെ കൂളാവുന്നുണ്ട്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒത്തിരി എക്സ്പെക്ടേഷനോടും കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല ഇത്. നമ്മൾ ഒരു ഫാമിലിക്ക്, ചെറിയ ഫാമിലിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ ലേഡീസിനോ മറ്റോ നമുക്ക് യാത്ര ചെയ്യാനോ ഒക്കെ. നമ്മൾ ലോങ് പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 5 പേരൊക്കെ വരികയാണെങ്കിൽ ഒരു കുറച്ച് കൺജസ്റ്റഡ് ആയിപ്പോവും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു ഫാമിലി കാറായിട്ട് ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ മൈലേജുള്ള, യാതൊരുവിധ സ്പെയറിനൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കോസ്റ്റും കാര്യങ്ങളാണ് മാരുതിയുടെ വണ്ടികൾക്ക് വരുന്നത്. എസ്പെഷ്യലി ഓൾട്ടോനൊക്കെ വരുന്നത്. അപ്പോൾ
അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു 2000 രൂപ താഴേക്കാണ് നമുക്ക് സർവീസിനും കാര്യങ്ങളൊക്കെ വരുന്നത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. പലരും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ഓൾട്ടോയുടെ AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ടോ റോക്കറ്റ് ആണെന്ന് പറഞ്ഞാൽ സത്യമാണ്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് AC ഇട്ടിട്ടാണ്. AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഒരു ഓട്ടോ വന്നു, അതുകൊണ്ട് അധികം കാണിക്കുന്നില്ല. അപ്പോൾ AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ പറന്നു പോവും. പെട്ടെന്ന് തന്നെ ഒരു 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ സുഖമായിട്ട് കയറും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,78,000 ആണ്. വില നെഗോഷ്യബിൾ ആണ്. മോഡലാണ്. ഈ ഒരു പ്രൈസിങ്ങിൽ കുറച്ചൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വണ്ടിയുള്ളത് എറണാകുളം നോർത്ത് പറവൂരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തുള്ളവരോ താല്പര്യമുള്ളവരെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമേറ്റ് 07 ചാനൽ. ബൈ.